നിങ്ങൾ പല കാറിൻ്റെയും ടയേഴ്സ് ചരിഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വെഹിക്കിളിൻ്റെ വെർട്ടിക്കൽ ആക്സിസും ഈ ടയറിൻ്റെ വെർട്ടിക്കൽ ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനാണ് കേംബർ ആംഗിൾ എന്ന് പറയുന്നത്. ഈ കേംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ ഇപ്പോൾ അകത്തോട്ടാണ് ഇരിക്കുന്നത്, ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് കേംബർ. ഈ ടയറിൻ്റെ ഈ വശം വെളിയിലോട്ടിരുന്ന് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് കേംബർ. എന്തിനാണ് ഈ നെഗറ്റീവ് കേംബേഴ്സ് യൂസ് ചെയ്യുന്നത്? നെഗറ്റീവ് കേംബേഴ്സ് സാധാരണ ഡ്രിഫ്റ്റ് കാർസിലും അല്ലെങ്കിൽ ഈ നമ്മൾ ഷോയ്ക്കൊക്കെ പർപ്പസിനുള്ള കാർസിനാണ് വരുന്നത്. കാരണം ഈ നെഗറ്റീവ് കേംബറിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർണറിങ്ങിൽ നമുക്ക് നല്ല സ്റ്റേബിൾ ആയിരിക്കും വണ്ടി. അത് ഈ ഡ്രിഫ്റ്റ് കാർസിൽ കൂടുതലായിട്ട് നമ്മൾ നെഗറ്റീവ് ക്യാമറ കാണുന്നതെന്ന് പറഞ്ഞാൽ അത്ര വലിയ യൂസ് ഒന്നുമില്ല, പക്ഷേ ഷോ പർപ്പസ് ആണ് ലിറ്ററലി. അപ്പോൾ ഈ നെഗറ്റീവ് ക്യാമറിൻ്റെ ദൂഷ്യഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിന് ഭയങ്കര വെയർ ആൻഡ് ടയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് ക്യാമറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ക്യാമറ നിങ്ങൾ ഓട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓട്ടോ റിക്ഷാസിൻ്റെയൊക്കെ ടയർ ഒരുമാതിരി ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ലോഡ് കയറുമ്പോൾ അത് നേരെയാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ കാറുകൾക്കൊക്കെ ഒരു ചെറിയൊരു പോസിറ്റീവ് ക്യാമറ ആണ് വരുന്നത്, കാരണം ലോഡ് കയറുമ്പോഴത്തേക്ക് നേരെയായിരിക്കും. എക്സ്ട്രീമായിട്ട് നെഗറ്റീവ് ക്യാമറ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോ പർപ്പസ് മാത്രമേ ഉള്ളൂ. അതിൽ ഹൈലി വെയർ ആൻഡ് ടയർ ആയിരിക്കും, ഒരു സൈഡിൽ നിന്ന് മാത്രമായിരിക്കും തേഞ്ഞ് പോകുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ഇന്ത്യസ് ഫസ്റ്റ് 4-wheel Camber 800. Slow, you can still go. Even when there's no hope, you can still go. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 yo, go, go, go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. Hi bro, welcome. Bro, just ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഓഡിയൻസ്. എൻ്റെ പേര് ജിനോ, ഞാൻ വർക്ക് ചെയ്യുന്ന വെൽഡിംഗ് വർക്കാണ്. അപ്പം എങ്ങനെയാണ് ഈ കാറിൻ്റെ പാഷൻ തുടങ്ങിയത്? പണ്ട് തൊട്ടേ ഇതുണ്ടായിരുന്നു, നേരത്തെ ഒരു കാറുണ്ടായിരുന്നു, അത് പണിതു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് പിന്നെ മനസ്സിൽ കയറിയപ്പം പിന്നെ പണിതിറക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് കാറ്? അല്ല, അപ്പോൾ ഇതിന് നേരത്തെ 800 തന്നെ ഉണ്ടായിരുന്നു. 800 തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു ബിൽഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്? നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ നമ്മൾ പിന്നെ ഇറങ്ങി. അപ്പോൾ ഇത് എങ്ങനെ ഇൻസ്പിറേഷൻ വല്ലതും ഉണ്ടായിരുന്നോ? നമുക്ക് ജപ്പാനിലൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് നമ്മൾ ഇൻസ്പിറേഷൻ കണ്ടിട്ടാണ് നമ്മൾ ഇറക്കിയത്. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ തന്നെയായിരുന്നോ? സെയിം ഇത് തന്നെയായിരുന്നു. അത് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഐഡിയ തോന്നി നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞ അപ്പം തന്നെ മോഡിഫിക്കേഷൻ ചെയ്യുമായിരുന്നു? അല്ല, എടുത്തു കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തത്? എന്തായിരുന്നു? ഫസ്റ്റ് ആയിട്ടില്ല, നമ്മൾ ഓൾറെഡി മൊത്തമായിട്ട് തന്നെ ചെയ്ത് ഒന്നിച്ചിറക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്നായിരുന്നു? ചെയ്യണം തന്നെ. അപ്പോൾ എത്ര നാളെടുത്തായിരുന്നത്? ഇത് കറക്റ്റ് ഒരു മാസം എടുത്ത്. ഒരു മാസം എടുത്ത്. ഓക്കെ, ഒരു മാസം കൊണ്ട് നമ്മൾ ഇത്ര സെറ്റ് ചെയ്തല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്തിരുന്നത്? നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ്, സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇട്ട് ചെയ്തതാണ്. ഫുൾ വർക്കും ബ്രോ തന്നെയാണ് ചെയ്തത്. ഓക്കെ ഓക്കെ, അപ്പോൾ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വീട്ടിൽ ഇട്ട് ചുമ്മാ എന്ന് ആലോചിച്ച് പെട്ടെന്ന് ഞങ്ങൾ തുടങ്ങിയതാണ്. അത് ഞങ്ങൾ കളർ ചേഞ്ചിങ് മാത്രമാണ് യൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ആ വണ്ടി കണ്ടു, പിന്നെ ക്യാമറ ആക്കി ഇറക്കി. ഓക്കെ, അപ്പോൾ ഈ 800 പാഷൻ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു? അത് അതിൻ്റെ പണ്ട് ഞാനൊരു വണ്ടി ഒരുമാതിരി പണിത് കൊടുത്തു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും തുടങ്ങിയതാണ് 10. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഇത് ചെയ്തത്? ഫസ്റ്റ് വണ്ടി. എന്നിട്ട് ഇതിൻ്റെ അപ്പോൾ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഇത് ആദ്യം എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? ആദ്യം നമ്മൾ വണ്ടി എടുത്ത് കുറേ നാൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് പെട്ടെന്നാണ് നമ്മൾ തുടങ്ങിയത്, ഒറ്റയടിക്ക് തുടങ്ങിയെടുത്ത സാധനം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ? പ്രൊസീജിയർ നമ്മളെ വീട്ടിൽ തന്നെ ഇട്ട് ആദ്യം നമ്മൾ കളർ ചേഞ്ചിങ് അടിച്ച് 4 വീല് ക്യാമ്പറിങ് ചെയ്തു. പിന്നെ ഇഞ്ചൻ മൊത്തം ഇറക്കി. ഓക്കെ, ഫുള്ള് പണിതിറക്കിയതാണ്. അപ്പോൾ ക്യാമ്പർ ചെയ്യുന്നതിന് എന്തായിരുന്നു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും? ക്യാമ്പർ ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അമ്മയുടെ തന്നെയാണ്, നമ്മൾ കൈക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഞാനത് പ്ലാൻ വരച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ രീതിക്ക് തന്നെ ചെയ്തു. ഡിഫിക്കൽട്ട് ആണോ? എന്താണ് കറക്റ്റ് ഈ സംഭവം? അത് ഷോക്കയിൽ നിന്ന് നമ്മളൊരു സ്പേസർ ഇട്ട് തള്ളിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്ട്രീം ക്യാമ്പർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരച്ച് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടു, അന്നേരം ചെയ്തു. കുറച്ച് ഈസിയാണോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും? ഇച്ചിരി പാടാണ്, ടഫാണ്. നല്ല വേറെ ടയർ ഒരു സൈഡിൽ മാത്രം വേറെ ടയർ വരുമായിരിക്കും അല്ലേ? നല്ല ടയർ ഒരു സൈഡിലോട്ട് ഉണ്ടാവും. ബാക്കിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ മെറാൻ ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് ടൈപ്പ് 2 വണ്ടിയാണ് വരുന്നത്. നമ്മൾ ടൈപ്പ് 1 കൺവേർട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് കയറ്റി. അത് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം തന്നെയായിരുന്നു? മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കാര്യങ്ങളാണ് എല്ലാം ചടപടെ നമുക്ക് തോന്നിയത്. അണ്ടർ ദ ഹുഡ് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു?
നമ്മൾ ഇഞ്ചൻ ഫുള്ളായിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഇറക്കിയത്. അതിൻ്റെ ഒരു ഇച്ചിരി പാടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചൻ ഫുള്ള് പീസാക്കിയിട്ടാണ് റീബിൽഡ് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ ഇഞ്ചൻ ബോർ ചെയ്ത് കയറ്റിയത്. ഓക്കെ. പിന്നെ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വന്നിരുന്നത്? നമ്മൾ സൈലൻസർ തന്നെ നമ്മൾ വരച്ച് ഡിസൈൻ ചെയ്ത് തന്നെ അടിച്ചതാണ്. അപ്പോൾ ഈ കളറും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇങ്ങനെ തന്നെ? അല്ല, കളറ് നമ്മൾ ഒരു വേറെ കളറായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പം പിന്നെ പെട്ടെന്ന് ഒരു മഞ്ഞ കണ്ടുകൊണ്ട് പെട്ടെന്ന് അത് തന്നെ ഫിക്സ് ചെയ്ത് അടിച്ചിറക്കി നോക്കിയതാണ്. ഓക്കെ. അപ്പോൾ കാര്യമായിട്ട് എഞ്ചിനിലേക്ക് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നോ? കാര്യമായിട്ട് ഇഞ്ചൻ ബോർ ചെയ്ത് ലാസ്റ്റ് പിസ്റ്റണാണ് കയറ്റിയിട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ചെറുതായിട്ട് മെക്കാനിക് കാര്യങ്ങളൊക്കെ. പുള്ളിയുടെ പേരെന്താ? ജിതിൻ. ഓക്കെ. അപ്പോൾ പുള്ളിയും കൂടെ ഹെൽപ്പ് ചെയ്തത്? ഞാനും അവനും കൂടെ ഫുള്ളാണ് ചെയ്തത്. എല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പുള്ളിയുടെ ഐഡിയാസ് ആയിരുന്നു ഇപ്പം എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കുള്ള? അവൻ്റെ ഐഡിയാസ് ആയിരുന്നു ഫുള്ളും. ഓക്കെ. ഓൾറെഡി അവൻ്റെ ഐഡിയ ആയിരുന്നു മൊത്തം. നമ്മൾ ചുമ്മാ കൂടെ നിന്ന് കൊടുത്തേ. നിങ്ങൾ രണ്ടിൻ്റെ ഒരു ഹാർഡ് വർക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്? നമ്മൾ ഗ്രില്ല് ഓൾറെഡി നമ്മൾ മെറാൻ ഗ്രില്ലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈലൻസർ നമ്മൾ ഡിസൈൻ ചെയ്താണ് അടിച്ചിരിക്കുന്നത്. അതായത് അടിയായിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പുള്ളൂ വണ്ടിക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ഹുഡ് അടിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്? ഇച്ചിരി പാടായിരുന്നു, ടഫായിരുന്നു. നമ്മളതുകൊണ്ട് നമ്മൾ ബാൾട്ടറി പുറകിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ വീൽസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നേരത്തെ തന്നെ ഇങ്ങനെയായിരുന്നോ? അല്ല, ഇതിന് ക്യാമറ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ അലോയ്സ് മേടിച്ചത്. സ്റ്റോക്കായിട്ടാണ് നമ്മൾ ആദ്യം ക്യാമറ ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് അലോയും കിട്ടിയത്. ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഓടിക്കാൻ എങ്ങനെയുണ്ട് അറ്റ് പ്രസന്റ്? കുഴപ്പമില്ല, എന്നാലും അതിൻ്റെതായ ഒരു ടഫ് ഉണ്ട്. വേറെ ഒരു സൈഡിൽ മാത്രം വന്നുകൊണ്ടിരിക്കുന്നില്ല ഇപ്പോൾ ടയറിന്? ഒരു സൈഡ് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഇന്ത്യയിൽ നമ്മളങ്ങനെ ഫുള്ളായിട്ടൊന്നും തീർന്നിട്ടില്ല. നമ്മളിപ്പോൾ ഡാഷും സീറ്റും സ്പാർക്കോടെ ഒറിജിനൽ സീറ്റുമാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ. ഞാൻ പുറകെ നമ്മൾ റോൾ കേജ് അടിക്കാൻ വേണ്ടിയാണ് പ്ലാൻ. ഓക്കെ. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ റോൾ കേജും കൂടെയാണ് അകത്ത് വരുന്നത്? ഫുള്ള് റോൾ കേജും വരും, സെറ്റും മ്യൂസിക് സിസ്റ്റം കൂടെ കാര്യങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ അകത്തെല്ലാം കളർ ചെയ്യണമെന്ന് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ബ്രോ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നാണ് ഡാഷ് ബോർഡ് അടിച്ചത് എല്ലാം ഇറക്കിയത്. അപ്പോൾ പുള്ളി ഇപ്പം വണ്ടി ഫുള്ളി പണിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ പെട്ടെന്ന് വീഡിയോ ചെയ്യേണ്ടതുകൊണ്ടും പിന്നെ നമുക്കിനി അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഫീച്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? നമ്മൾ പെയിൻറ്റിങ്ങിന് ഏകദേശം നമുക്കൊരു 25 രൂപ സംതിങ് ആയിട്ടുണ്ട്. പിന്നെ അലോയ് നമ്മുടെ ഫ്രണ്ടിൻ്റെ നമുക്ക് കിട്ടി. പിന്നെ വിനയിൽ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി നമുക്കൊരു 9 രൂപ സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ. സ്റ്റിക്കറിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? സ്റ്റിക്കർ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ബാക്കി ഇപ്പോൾ ലേബർ ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കറക്റ്റ് ഒരു പ്രൈസ് പറയാൻ പറ്റത്തില്ല. അത് പറയാൻ പറ്റത്തില്ല. എല്ലാം നമ്മൾ ഉണ്ടാക്കി. നമുക്ക് ഓൾറെഡി ലെയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ കോസ്റ്റ്യൂം ഒന്നും വന്നിട്ടില്ല. എന്നാലും ഒരു ഏകദേശം ഒരു ഗെയിം ചെയ്യുമ്പോഴത്തേക്കൊക്കെ എത്രയാവുമായിരിക്കും ചാർജസ്? ഏകദേശം നമ്മൾ അല്ലാതെ സാധനങ്ങൾ മേടിച്ചിട്ട് ഒരു 10-15 രൂപ ആയിട്ടുണ്ട്. ഫ്രണ്ട് മാത്രം ലേബർ കോസ്റ്റ് ഇല്ലാതെ. അപ്പം കാണുന്നവർക്ക് ഒരു എക്സ്പ്രഷൻ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് പ്രൈസ് അല്ല, കാരണം ലേബർ ചാർജ് കൂടെ വരും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? ഫ്രണ്ടിൽ നമ്മൾ അധികം മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല? ഇല്ല, ഫ്രണ്ടിലൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പാടെ നമ്മൾ ആ ലൈറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. വേറെ കോസ്റ്റ് ആയിട്ട് ഇന്റീരിയർ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്രയാണ് വന്നത്? സീറ്റിന് വന്നിരിക്കും 30 രൂപ വന്നിട്ടുണ്ട്. സ്പാർക്കോടെ ഒറിജിനൽ സീറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അകത്ത് ഇന്റീരിയർ ഫുള്ള് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇനി വേറെ. പിന്നെ പുറകിലേക്ക് വരുമ്പോഴത്തേക്ക് പുറകിലോട്ട് നമ്മൾ ബാക്ക് ബമ്പർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒറിജിനൽ തന്നെയാണ് ടെയിലാമ്പും വെച്ചിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾ സെയിം ഡിസൈൻ ചെയ്തെടുത്താണ്? ഡിസൈൻ നമ്മൾ തന്നെ ചെയ്തെടുത്തത്. അപ്പോൾ അത് ഇപ്പം അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കോസ്റ്റ് ഒക്കെ വരുന്നത്? അത് മൾട്ടിവുഡ് ആണ് ചെയ്തിരിക്കുന്നത്. ചെയ്തിരിക്കുന്നത്. കൊണ്ട് നടക്കാൻ എങ്ങനെയുണ്ട്? കൊണ്ട് നടക്കാൻ കുഴപ്പമില്ല, നമ്മുടെ രീതിക്ക് ഓക്കെയാണ്. നമ്മുടെ മനസ്സ് ഓക്കെയാണ്. പിന്നെ നമ്മൾ അധികം റോഡിൽ ഇറങ്ങാറില്ല, നമ്മൾ ഓട്ടോ ഷോസിന് മാത്രമേ ഇറങ്ങാറുള്ളൂ. ഓക്കെ. നാല് വീല് ക്യാമറ ആയതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫുള്ള് ലോവർ അല്ലേ, അപ്പൊ നമുക്ക് അതായ രീതിക്കുള്ള എടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ സസ്പെൻഷൻ ഇപ്പോൾ എന്താ ചെയ്തേക്കുന്നത്? നമ്മൾ ലോവർ സ്പ്രിംഗ് ആണ് കയറ്റിയിട്ടിരിക്കുന്നത്. ആ, അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ പ്രൈസ് സ്പ്രിങ്ങിന് നാളെണ്ണം വന്നത് ഒരു 25 രൂപ സംതിങ് രൂപ വന്നിട്ടുണ്ട്. ആ, പിന്നെ ഓടിക്കാൻ നേരത്തെ ഈ അമ്പും കാര്യങ്ങളും വരുമ്പോൾ ചെറിയൊരു ടഫുണ്ട്. അമ്പെല്ലാം സൂക്ഷിച്ചെടുക്കേണ്ടി വരുമല്ലേ? പതുക്കെ എടുക്കേണ്ടി വരും. അതായത് നിലമായിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പേ ഉള്ളൂ നമുക്ക്. ആ, കേട്ടോ, അതായത് ക്യാമ്പർ ചെയ്തതിൻ്റെ ആ ഒരു. അതെ. അപ്പോൾ ബ്രോ താങ്ക് യു കേട്ടോ. ഓക്കെ, വന്ന് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിന് വളരെയധികം താങ്ക് യു എൻ്റെ സൈഡിൽ നിന്നും ഓഡിയൻസ് സൈഡിൽ നിന്നും. ഓക്കെ, ഇനി എന്താണ് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വണ്ടിയുടെ? ഫ്യൂച്ചർ നമ്മൾ മൊത്തത്തിൽ ഒരു മാറ്റാനുള്ള രൂപമാറ്റം വേറെ വരുത്താനുള്ള തീരുമാനമൊക്കെ ഉണ്ട്. ആ, അത് പതുക്കെ ഉള്ളു. ഇപ്പം വെഹിക്കിളിൻ്റെ ഇതറിയാലോ. ആ, വെഹിക്കിളിൻ്റെ സീൻസും കാര്യങ്ങളും അറിയാം. ആ, അപ്പം ഭാവിയിൽ നമുക്ക് ഇനി അപ്പോൾ വീഡിയോസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. ബൈ. അപ്പം ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.